ആപ്കി അദാലത്തിൽ ഫാഷൻ ഡിസൈനർ റീതു ബേരിക്കെതിരായ കുറ്റാരോപണം. ഇവർ എല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ താങ്കൾ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുകയാണ്, താങ്കൾ ഇവിടെ വന്നും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ എന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞയക്കില്ലേ? സത്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ഫാഷൻ ഡിസൈനേഴ്സും താങ്കൾക്കെതിരായിട്ടുള്ള വ്യക്തികളാണ്. റീതു ബേരി ഒരു സൈഡിലും മറ്റുള്ളവർ മറ്റൊരു സൈഡിലുമാണുള്ളത്. ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്. എല്ലാരും എന്നെ കാണാൻ വരുന്നുണ്ട്. എല്ലാരും എന്നെ അവരുടെ ഇവന്റ്സിന് വിളിക്കുന്നുണ്ട്. എന്നെ എപ്പോ കാണാൻ വന്നാലും വളരെ സന്തോഷത്തോടാണ് സംസാരിക്കുന്നത്. ഹഗ് ചെയ്യും, കിസ് ചെയ്യും. അത് സത്യമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ താങ്കളുടെ പിന്നിൽ നിന്ന് അവരെല്ലാവരും പറയുന്നത് ഇവർക്ക് ഒരു ടാലന്റും ഇല്ല, എങ്ങനെയാണ് സക്സസ് ആയതെന്നാണ്. അവര് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം. മേ ബി. ഞാനെന്ത് പറയാനാ, അത് അവരുടെ അഭിപ്രായമല്ലേ. താങ്കൾ അവരോടാണ് ചോദിക്കേണ്ടത്. ഒബ്വിയസ്ലി അവരെല്ലാം വളരെയധികം ടാലന്റഡ് ആണ്. അവരുടെ ആ ടാലന്റ് അനുസരിച്ച് എനിക്ക് ഈക്വൽ ആകാൻ പറ്റില്ല. മറ്റൊരു കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ റീതു ബേരിക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റൈലും ഇല്ല. തരുൺ തഹ്ലേരിക്ക് ഒരു സ്റ്റൈലുണ്ട്, ഋതു കുമാറിന് ഒരു സ്റ്റൈലുണ്ട്. പക്ഷേ ഋതു ബേരി ഡിസൈൻ ചെയ്ത വസ്ത്രം ധരിച്ച് ആരും പോകുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ഇല്ല, അവര് പറയുന്നത് ശരിയാണ്. അതായത് അവരുടെ സ്റ്റൈല് വെച്ച് വളരെ സ്ട്രോങ് ആയിട്ടും സുന്ദരമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് എന്റെ സ്റ്റൈൽ ആരും അറിയാതെ പോയിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ബട്ട് എന്റെ മനസ്സെന്താണോ പറയുന്നത് ഞാൻ അതുപോലെ ചെയ്യും. എനിക്ക് അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഡിസൈനറിന് ഒരുപക്ഷെ ടൈം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മനസ്സിലാക്കി എന്നെ ഹെൽപ്പ് ചെയ്യുക. ഞാനും അത് മനസ്സിലാക്കും. പക്ഷേ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്നെ അവര് ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്താൻ പാടില്ല. എന്നെപ്പറ്റി മോശമായിട്ട് സംസാരിച്ചോണ്ടേ ഇരിക്കട്ടെ. അതിലാണ് എനിക്ക് ധൈര്യം കിട്ടുന്നത്. ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന്. പക്ഷേ താങ്കളെക്കുറിച്ച് പറയുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീതു ബേരി ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളെല്ലാം അവർ മാത്രമേ ധരിക്കാറുള്ളെന്നാണ്. വേറെ ആരും ധരിച്ച് കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ശരി, നെക്സ്റ്റ് ടൈം ഞാനൊരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ആരാണ് എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയണം. എന്നാലേ എന്റെ ക്ലയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഡിസൈൻ കാണിച്ചു കൊടുക്കാം. എന്റെ ഡ്രസ്സ് ആരൊക്കെയാണോ ഇടുന്നത് ആ പോയിന്റ് കാണിച്ചു കൊടുക്കാം. പാർട്ടിക്ക് പോകുമ്പോൾ ഇവർ എന്റെ ഡിസൈനാണ് ഇട്ടിരിക്കുന്നതെന്നും കാണിച്ചു കൊടുക്കാം. പക്ഷെ ഈ 15 വർഷത്തിൽ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ ഇവിടോട്ട് വരാൻ പറ്റില്ല. ഏതോ ഒരു കാരണം കൊണ്ട് ബാക്കിയുള്ള ഫാഷൻ ഡിസൈനേഴ്സ് എല്ലാം താങ്കളോട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് താങ്കളിപ്പോ പറഞ്ഞതുപോലെ. എന്റെ മുമ്പിൽ വെച്ച് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവർക്കത് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ എന്തോ ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അവർക്കത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളത്, ദുഃഖത്തെ കൊടുക്കുന്നത്. പക്ഷെ എന്റെ ഇന്റൻഷൻ അവരെ ദുഃഖിപ്പിക്കുക എന്നുള്ളതല്ല. അതുമൂലം അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സോറി ചോദിക്കാം. പക്ഷേ ഇത് ഇന്ത്യയിൽ മാത്രമല്ല. താങ്കൾ പാരീസിൽ പോയ സമയത്ത് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. പാരീസിൽ താങ്കൾ ഹൗസ് ഓഫ് ഷെററോട് അസോസിയേറ്റ് ആയി. അതിനുശേഷം അവിടെയും താങ്കൾ വഴക്കുണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു. അതായത് ഷെറർ ഒരു വലിയ ഫാഷൻ ഹൗസ് ആണ്. ആൻഡ് ഞങ്ങൾ വഴക്കൊന്നും വിട്ടിട്ടില്ല. ഞാൻ എന്റെ മനസ്സ് പറഞ്ഞതുപോലെ ചെയ്തത്. ഇതിനു മുമ്പ് ഒരു പഴ കേൾക്കേണ്ടി വന്നു ഞാനൊരു സ്റ്റബൻ ആണെന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതാണ് അവിടെ സത്യത്തിൽ നടന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷെററിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അതില് ചില കണ്ടീഷൻസും ഉണ്ടായിരുന്നു. അതായത് വർഷത്തിൽ 2 പ്രാവശ്യം അവിടെ ഫാഷൻ ഷോകൾ നടക്കും. ഞാൻ എവരി മന്ത് ഇന്ത്യയിലേക്ക് വന്നിട്ട് പോകും. എൻ്റെ അടുത്തൊരു വലിയൊരു ടീമുണ്ടായിരുന്നു. ആൻഡ് ക്ലോത്ത്സ് ഡിസൈൻ ചെയ്യാൻ ഒരു സ്പെസിഫിക് സ്റ്റൈലും ഉണ്ടായിരുന്നു. അതാ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ 1.5 വർഷം വളരെ നന്നായിട്ട് പോയിരുന്നു. അതിനുശേഷം ആ ഓണേഴ്സ് ഹൗസ് സെല് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പാരീസിൽ ഇതൊക്കെ വളരെ കോമൺ ആണ്. ഫാഷൻ ഹൗസ് ഒരു മാനേജ്മെന്റിൽ നിന്ന് അടുത്ത മാനേജ്മെന്റിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഡിസൈനേഴ്സും മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതൊരു വലിയ കോംപ്ലിമെന്റ് ആണ്. ഞാനല്ല, ആ ഓണേഴ്സ് മാനേജ് ചെയ്ത് കമ്പനിയെ തന്നെ വിറ്റു. നല്ല കമ്പനിയിൽ നല്ലൊരു വിലയ്ക്ക് വിറ്റത്. അവര് വന്നതേ ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടാണ്. അവര് ഡിസൈഡ് ചെയ്തു ഇനി മുതൽ 2 ഫാഷൻ ഷോസ് വേണ്ടാന്നുള്ളത്. ക്ലോത്ത്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് അത് റാക്കി വെക്കണമെന്ന് പറഞ്ഞു. ഋതു ബേരിയെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ പോയിട്ട് വരാൻ അനുവദിക്കില്ലെന്നും അത് വളരെ എക്സ്പെൻസീവ് ആണെന്നും പറഞ്ഞു. ക്ലോത്ത്സ് ഓൾഡർ ലേഡിക്ക് ഡിസൈൻ ചെയ്യണമെന്നും പറഞ്ഞു. അവരുടെ നിറയെ കാശുള്ളതുകൊണ്ട് അത് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോ നോർമലായിട്ട് ഞാൻ ചിന്തിച്ചു, പാരീസിൽ എനിക്ക് ഇത്രയും പ്രസ്റ്റീജ് ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ചെയ്യുന്നത് ചെയ്തോട്ടെ, അതിനിടയ്ക്ക് എന്റെ ജോലി നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇന്ത്യയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണം, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം. ഞാൻ കാണുന്ന പെൺകുട്ടികൾക്ക് എനിക്ക് ഡിസൈൻ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഫാഷൻ ഷോ ചെയ്യണം. ക്ലോത്ത്സ് ഒരു കടയെ റാക്കിൽ വെക്കുന്നൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല.
അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഈ കണ്ടീഷൻസിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്തതല്ല എന്റെ പാഷനാണ്. എനിക്കിഷ്ടപ്പെട്ടതല്ലേ ഞാൻ ചെയ്യേണ്ടതുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പുതിയൊരു വഴക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഫാഷൻ വീക്ക് നടക്കാൻ പോവുകയാണ്. അതിലൊന്ന് ലാക്മി ഫാഷൻ വീക്ക്, മറ്റൊന്ന് FDCI ഫാഷൻ വീക്കാണ്. ഞാൻ FDCI ഫാഷൻ വീക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെന്നാണ് താങ്കൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത്ര വലിയ വഴക്കാളിയൊന്നും അല്ല. ഞാനല്ല വഴക്കൊന്നും ആരംഭിച്ചത്. FTC വളരെ വലിയൊരു ഓർഗനൈസേഷനാണ്. അവരെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. നല്ലൊരു ജോലിയാണ് അവർ ചെയ്യുന്നത് ഫാഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ. ആദ്യത്തെ ഫാഷൻ വീക്കിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ലാക്മി ഫാഷൻ വീക്ക് പുതിയ യങ് ടാലന്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പുതിയ ഇൻസ്പയറിംഗ് ഡിസൈനേഴ്സ് ഉണ്ട്. ഡിസൈനേഴ്സ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ. അവര് ഞങ്ങളോട് ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൂടാന്നാ. നിങ്ങൾ കൂടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബലമായിരിക്കുമെന്നും പറഞ്ഞു. ഞാൻ കാരണം ഒരാൾക്ക് പ്രയോജനം ഉണ്ടാവെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പോൾ ഓഡിയൻസിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. അവിടെ സെക്കൻഡ് റോയിൽ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഇന്റർനാഷണൽ ഫാഷൻ ഡിസൈനിങ്ങിൽ സാരി എപ്പോഴെങ്കിലും പ്രൊമോട്ട് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ എന്റെ ആദ്യ ഫാഷൻ ഷോ പാരീസിലായിരുന്നു. അതായത് വേറെ എവിടെ ചെയ്താലും അത് ഇന്ത്യനായിട്ടും അത് വളരെയധികം ട്രഡീഷനായിട്ടും ഉണ്ടാവും. ഇന്ത്യൻ സാരിയാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെന്നല്ല, ഒരു പെണ്ണിന് സാരിയാണ് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. ഞാൻ വളരെയധികം സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ വലിയ ഫാഷൻ വേൾഡില് ഞാനൊരു കുറച്ച് ഭാഗം മാത്രമാണ്. എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വളരെ നന്ദി. താങ്ക് യു. ഇത് സത്യമാണോ? താങ്കൾ ഡിസൈൻ ചെയ്ത ചില വസ്ത്രങ്ങളിൽ, അതായത് ലഹങ്ക പോലുള്ള വസ്ത്രങ്ങളിൽ അതിന്റെ ഔട്ട്ഫിറ്റ് വളരെ കൂടുതലാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കേട്ടു. ചില സമയത്തൊക്കെ. പക്ഷേ നിറയെ പെൺകുട്ടികൾ ഞാൻ ക്യൂൻ മാതിരി ഇരിക്കണമെന്ന് ആഗ്രഹിക്കും. ക്യൂൻ എങ്ങനെ ഒരുങ്ങുന്നതെന്ന് താങ്കൾക്കറിയായിരിക്കുമല്ലോ. അങ്ങനെ റോയലായിട്ടുണ്ടാവണമെങ്കിൽ ആ ഡ്രസ്സും കുറച്ച് വെയിറ്റ് ആയിരിക്കും. പൊതുവേ ഒരു ധാരണയുണ്ട്, ഡിസൈനർ ക്ലോത്ത്സ് എന്ന് വെച്ചാൽ സമൂഹത്തിലെ അപ്പർ ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന്. അപ്പർ മിഡിൽ ക്ലാസ്സിന് പോലും വാങ്ങാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ആ ഒരു ധാരണ ശരിയാണോ? ശരിയാണെങ്കിൽ അതെങ്ങനെ? ഫാഷൻ ഡിസൈനിങ്ങിന്റെ ആദ്യ കാലഘട്ടം മുതലേ ഈ പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഡിസൈനേഴ്സ് ഈ ഫാഷൻ ഡിസൈനിൽ കാണിക്കുന്ന ഔട്ട്ഫിറ്റൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ നമ്മൾ നോർമലായിട്ടുള്ള പ്ലെയിൻ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് മോഡൽസിനെ കൊണ്ട് ക്യാറ്റ് വാക്ക് ചെയ്യിപ്പിച്ച അതൊന്നും ആരും കാണാൻ പോലും ശ്രമിക്കില്ല. ഇതിൽ പുതുമയൊന്നും ഇല്ലെന്ന് പറയും. അതുകൊണ്ട് ആദ്യ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫാഷൻ മൊമെന്റിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം. ജനങ്ങൾ കണ്ടിട്ട് ആഹാ നല്ല യുണീക്ക് ആണല്ലോ എന്ന് പറയണം. അതുപോലെ അത് ഞാൻ സമ്മതിക്കുന്നു, നിറയെ ഔട്ട്ഫിറ്റ് അഫോർഡബിൾ അല്ല. പക്ഷെ നിങ്ങൾ എന്റെ സ്റ്റോറി വന്ന് നോക്കിയാൽ അവിടെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടും. നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കാനും കഴിയും. അതിൽ യാതൊരു സംശയവും ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്തെങ്കിലും വിൽക്കാനാണ് താങ്കൾ ശ്രമിക്കുന്നത്. ആദ്യം തുണിയായിരുന്നു, ഇപ്പൊ ബുക്കാണ്. ഇത് തന്നെയല്ലേ ഒരു ബിസിനസ് മൈൻഡ്. വേറെ എന്ത് ചെയ്യാനാ? ഞാൻ ആക്ച്വലി അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത്